സ്മാർട്ട് ലൈൻ ഓട്ടോ പ്ലസ് സ്പെഷ്യലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. UAE 2002 സ്റ്റാർട്ട് ചെയ്യും 12 ബ്രാഞ്ചുകളോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അക്മൽ ഗ്രൂപ്പിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഇനാഗുറേഷൻ വേളയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അക്മൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഓണർ ചെയർമാൻ മിസ്റ്റർ മൊയ്തുണ്ണി ആലത്തിയിൽ അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ, വെൽക്കം ടു ദി ഷോ. അപ്പോൾ ഇന്നൊരു ഒത്തിരി സന്തോഷമുള്ളൊരു സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. പുതിയൊരു സംരംഭത്തിന് കൂടി ഒരു ആരംഭം കുറിച്ചിരിക്കുകയാണ്. അക്മൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അണ്ടറിൽ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ഞങ്ങൾ ആദ്യമായിട്ട് 2002 ദുബൈയിൽ അക്മൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ ഈ ജപ്പാൻ, അതേപോലെ കൊറിയൻ, ഇന്ത്യൻ വെഹിക്കലിൻ്റെ സ്പെയർ പാർട്സ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഈ അക്മൽ സ്പെയർ പാർട്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു 10ഓളം ഔട്ട്ലെറ്റ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ജേണി എവിടെയായിരുന്നു? UAE എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങൾ ആദ്യമായിട്ട് UAE റാസൽഖോർ ദുബൈയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അക്മൽ ഗ്രൂപ്പ്. അതിനുശേഷം ഷാർജ, അബുദാബി, അജ്മാൻ, ഫുജിറ, അത് എല്ലാം അക്മൽ ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ് LLC, അതാണ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് ഈ യൂറോപ്യൻ വെഹിക്കിൾ എന്നാണ് പോഷ് വണ്ടികൾ സ്പെയർ പാർട്സ്, റേഞ്ച് റോവർ, ഓഡി, BM, മെർസീഡസ്, ഇങ്ങനെയുള്ള വണ്ടികൾ ഞങ്ങൾ സ്പെയർ പാർട്സ്. അതിപ്പോൾ നമ്മുടെ UAE എല്ലാവരും പറയുന്ന ഒരു ഇതാണ്, നമുക്ക് പുറത്തുള്ള വണ്ടികളുടെ സ്പെയർ പാർട്സ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു അതിലോട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു ഞങ്ങൾ തുടക്കം മുതലേ ഞങ്ങൾ ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക. ഹിബ്രിൽ എന്ന് പറഞ്ഞൊരു ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ നല്ല സക്സസ് ആണ്. ഇപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീറ്റെയിലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അബുദാബി, ദുബൈ, ഷാർജ, 3 ഷോപ്പാണ്. സ്മാർട്ട് ലൈൻ എന്ന് പറഞ്ഞ 3 ഷോപ്പാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ ടോട്ടൽ അപ്പോൾ എത്ര ബ്രാഞ്ചസ് ആണ് ഇപ്പോൾ ഉള്ളത്? ടോട്ടലി അക്മൽ ഓട്ടോ സ്പെയർ പാർട്സ് എന്നൊരു 10ഓളം ഷോപ്സ്. കുറച്ചുകൂടി നല്ല ക്വാളിറ്റി, ജനങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി, അതേപോലെ 1 ഇയർ ഗ്യാരണ്ടി അങ്ങ് കൊടുക്കുന്നു സാധനത്തിന്. നമ്മളെ ബ്രാൻഡ് ഞാൻ കാണുന്നുണ്ട് ഇവിടെ കമ്മിറ്റ്മെന്റ് ഈസ് അവർ ക്വാളിറ്റി എന്നുള്ളൊരു. ഇതുവരെ ഇത്രയും കാലത്തിലൊക്കെ ചെയ്ത് ഒരു സാധനം പോലും നമുക്ക് റിട്ടേൺ ആയിട്ടുള്ളത്. പെർഫെക്റ്റ്. എല്ലാവർക്കും ഭയങ്കര താല്പര്യം അതിനുണ്ട്. എങ്ങനെയായാലും നമ്മൾ വേൾഡിൽ മൊത്തം നമുക്ക് ഈ പ്രോഡക്റ്റ് നമ്മളെ ഈ ഹൈബ്രിഡ്, അതേപോലെ SL സ്മാർട്ട് ലൈൻ കൊണ്ട് പോകണം എന്നുള്ളൊരു തയ്യാറെടുപ്പാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ഇനാഗുറേഷൻ അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അർഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പാവങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ദൈവം നമ്മളോടൊപ്പം ഉണ്ടാവും, അത് ഉറപ്പായിട്ടും സക്സസ് ആകും എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കെ പറയുണ്ടായി, വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് നൽകുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഈ പ്രവാസികർ എന്ന് പറഞ്ഞാൽ നമ്മൾ TM പ്രതാപനാണ് അതിൻ്റെ ചെയർമാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം ഞങ്ങൾ ആ കമ്മിറ്റി സംഘടന ഒരു വീട് കൊടുക്കാമെന്നൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. കൊടുത്തിട്ടില്ല ഇതുവരെ അല്ല. അതിനുശേഷമാണ് ഇതേപോലെ അവിടുത്തെ ആ ദുരിതം ഇതൊക്കെ കാണുമ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു, അങ്ങനെയാണ് ഞാൻ ഈ ഓപ്പണിങ്ങോട് കൂടിയിട്ട് ഒരാളെ അറിയിക്കാതെ നമ്മൾ പബ്ലിസിറ്റി അതൊന്നും ചെയ്യാതെ തന്നെ തങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ആ ഭാഗത്ത് എത്തുന്നുള്ളൊരു. അതെ, ആ ഒരു കൈകൾ എപ്പോഴും സുരക്ഷിതമാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൈ. സ്റ്റാഫുകളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും, ഒരാളില്ലാതെ എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ മുന്നോട്ട് വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും, ഞാനില്ലെങ്കിലും അവൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അതിലും ഞാൻ വളരെ സന്തോഷവാനാണ് ആ കാര്യത്തിൽ. അക്മൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഫൗണ്ടർ മൊയ്തുണ്ണി അദ്ദേഹവും ഫാമിലിയാണ് ഇനി നമ്മളോടൊപ്പം ചേരുന്നത്. ആ ഒരു ഫാമിലി വിശേഷം എന്തൊക്കെയാണെന്നുള്ളത് കൂടി നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. പേര് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമീറ. ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സക്സസ് ആയിട്ടുള്ള ഒരാളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു പാട്ടിൽ എന്തൊക്കെയാണ് ആളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ ബിസിനസ്സും സപ്പോർട്ട് ചെയ്യണം, ഫാമിലി
എങ്ങനെ എന്നുള്ളൊരു ഇതിലാണ്. ഫാമിലി കാര്യങ്ങളെല്ലാം നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുന്നു. അതുകൊണ്ടാണ് ആൾക്ക് മറ്റു ടെൻഷനൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. 3 മക്കളാണുള്ളത്. ഇപ്പൊ 2 പേര് ഇവിടെ ഉണ്ട്. ഒരാള് ഏവിയേഷന് പഠിക്കുന്നു, ആള് ബിസിയാണ്, ആള് പുറത്തേക്ക് പോയി. അപ്പൊ എങ്ങനെയാണ് പിള്ളേരുടെയൊക്കെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പിള്ളേര് എന്നായിട്ട് നല്ല സപ്പോർട്ടാണ്. ബിസിനസ് കാര്യത്തിനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഓൾറെഡി ഒരാള് ബിസിനസ്സിലേക്ക് അപ്പൊ എല്ലാവരുടെയും നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ, ഒരു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആള് പുറത്ത് പോയി നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ ടെൻഷൻ ഒന്നും പാടില്ല, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം, വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ടെൻഷൻ ഒന്നും പാടില്ല എന്നുള്ളതുണ്ട്. അപ്പൊ അത് ആ രീതിയിലാണ് മാഡത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. അതായത് ബിസിനസ് പരമായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ലേ? ഫാമിലിയിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ മക്കളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. 3 പേരുണ്ട്, 2 പേരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. മോന്റെ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് അക്മൽ. മുഹമ്മദ് അക്മൽ. ആ ഒരു പേര് എവിടെ നിന്നാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ഇന്റർവ്യൂ സമയത്ത് ആളെ അക്മൽ എന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എപ്പോഴും ആൾക്ക് മക്കളിൽ ഒരാൾക്ക് ആ ഒരു പേര് സ്റ്റാർട്ട് ചെയ്തത്. മോന്റെ പേര് കമ്പനിയിൽ പോകുന്നതുകൊണ്ട് കമ്പനിക്ക് ആ ഒരു പേര് കിട്ടിയെന്നുള്ളൊരു സന്തോഷം കേട്ടോ. പ്രൗഡ് ഫീൽ? സാധാരണ പോലെയാണ് ഇഷ്ടം. ഇപ്പൊ +2 പഠിക്കാണ് അല്ലേ? 12th. എങ്ങനെയാണ് മോന്റെ ഭാഗത്തുനിന്ന് വാപ്പനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എല്ലാ കാര്യത്തിലും? വാപ്പനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുമയ്യ തസ്ലിമിന്റെ വൈഫാണ്. വൈഫും കുഞ്ഞാണ് ഉള്ളത്. കുഞ്ഞാവയുടെ പേരെന്താണ്? ഐശ്വര്യ. ഐഷ. അപ്പോൾ ഈ ഒരു ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള ഒരു സന്തോഷം എന്താണ്? ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ മോളില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതെ, 3 ആൺകുട്ടികളുടെ ഇടയിലേക്ക് വന്നൊരു മകൾ എന്നുള്ളൊരു സന്തോഷമാണ്. ഇപ്പോൾ ഒരു ബിസിനസ്. ഓ എന്റെ ബൈക്ക് വേണോ? കുഞ്ഞാൾക്ക് മൈക്ക് വേണോ? ഓ അതെന്താ നോക്കാണ്. അപ്പോൾ 3 കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഗേൾ വന്നതിൻ്റെ ഉള്ള ഒരു സന്തോഷം. ഇപ്പോൾ പുതിയൊരാൾ കൂടി വന്നിട്ടുണ്ട്, അതിൻ്റെ സന്തോഷ വേളയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇനാഗുറേഷൻ വേളയിലാണ്, അപ്പോൾ കമ്പനി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ്, സുമയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങളുണ്ടോ? ഉണ്ട്. അവനെ വല്ലാണ്ട് ടെൻഷൻ അറിയിക്കില്ല, അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. നാട്ടിലെവിടെയാണ്? ഞാൻ വടക്കാഞ്ചേരിയിലാണ് ഉള്ളത്. നമ്മൾ തസ്ലിമിനെ ഓൾറെഡി നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ എല്ലാവരും പ്രേക്ഷകരും കണ്ടതാണ്. അപ്പോൾ ഒന്നുകൂടി ചോദിക്കും, ഇപ്പോൾ ഫാമിലി എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട്? ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിരുന്നു, ഫാമിലിക്ക് എല്ലാവർക്കും അറിയാമോ? ഇല്ല, ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ അതിനുള്ളൊരു അവസരം കൂടിയാണ് നമ്മളിപ്പോ എന്താ പറയാ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു പ്രൊജക്ട് കഫേ തന്നെ, ഇപ്പോഴല്ല കുറച്ച് ഫ്യൂച്ചറിൽ മുന്നോട്ട് പോയിട്ട് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ കൂടിയിട്ട് പോകണമെന്നാണ് ആളുടെ ഒരു ആഗ്രഹം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് വാപ്പിയും ഉമ്മയും എല്ലാവരും ചേർന്ന് ഉടനെ തന്നെ നടത്തി കൊടുക്കുകയാണെങ്കിൽ ആളുടെ ഒരു പുതിയൊരു സംരംഭത്തിന് നമുക്ക് എല്ലാവർക്കും നമുക്ക് കാണാം. ഇനി വീണ്ടും നമുക്കൊരു ഇൻ്റർവ്യൂ വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒന്ന് ചേരാമെന്നുള്ളതാണ്. അപ്പോൾ അക്മൽ ഗ്രൂപ്പിനും ഈ ഒരു ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി ആളുകളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കമ്പനിക്കും മേലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അക്മൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ ഈ ഒരു സ്മാർട്ട് ലൈൻ ഓട്ടോ പ്ലസിന്റെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.